ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഒരു വെറൈറ്റി മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യവും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്നും മതി കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3 തക്കാളി, നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണേ. തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്ന് ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് അരയരുത്, ചെറിയ ചെറിയ തരികളോട് കൂടി തന്നെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു ചെറിയ പീസ് പട്ട, അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് മാറ്റം വരുത്താവേ. ഇത് 3 ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് കുറച്ചുകൂടി ഇതാണ് കേട്ടോ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വെളുത്തുള്ളിയുടെയോ ഇഞ്ചിയുടെയോ ഒക്കെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളയും തക്കാളി ക്രഷ് ചെയ്തതില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ചമണം മാറി കിട്ടുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കണ്ട. നമ്മളിനി ഇതിലുള്ള മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് അത്യാവശ്യം സമയം തന്നെ വഴറ്റിയെടുക്കും. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്ത ശേഷം ആദ്യം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ ചെറിയ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇല്ല, അതൊക്കെ വഴറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വരണം കേട്ടോ. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടില്ലേ. ഇനി ഈ ഒരു സമയത്ത് ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതായത് കട്ടൻ ചായ ചേർത്ത് കൊടുക്കാം. കട്ടൻ ചായ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ടു 3/4 ടീസ്പൂൺ വരെ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് അരിച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു കടുപ്പ് മാത്രം മതി കേട്ടോ. കാരണം ഒരുപാട് കടുപ്പായി കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് എല്ലാം കറിക്ക് ഒരു കയ്പ്പ് ഫ്ലേവർ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കടുപ്പ് മതി. ഇത്ര പൊടിയെ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ചായപ്പൊടി കണ്ടില്ലേ, 1/2-3/4 ടീസ്പൂൺ മാത്രം ഈ ഒരു കടുപ്പത്തിലും മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ചിട്ട് ഈ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടൻ ചായ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പ്രത്യേക ഫ്ലേവർ ഈ ഒരു റോസ്റ്റിന് ഉണ്ടാവും കേട്ടോ, ഈ ഒരു കറിക്ക് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെ ഈ ഒരു കറിക്കുണ്ട്.
അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. കട്ടൻ ചായയൊക്കെ അത്യാവശ്യം വറ്റി നമ്മുടെ സവാളയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 കോഴിമുട്ട ഞാനിവിടെ പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം. കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് വരയിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സവാള മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. എങ്കിലും നമ്മുടെ മുട്ടയുടെ ഫ്ലേവറൊക്കെ ഈ റോസ്റ്റിലേക്ക് മിക്സ് ആയിട്ട് നന്നായിട്ട് സവാള എല്ലാം മിക്സ് ആയിട്ട് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ റോസ്റ്റ് അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. കൂടുതലായിട്ട് ഗ്രേവി വേണ്ടിയെങ്കിൽ അങ്ങനെ വെള്ളത്തോടെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക. അതായത് 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ മുട്ടക്കറിയൊക്കെ കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ അതിന് കിട്ടുന്ന, അതിൻ്റെ ഗുട്ടൻസ് എന്ന് പറയുന്നത് ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ. പക്ഷെ അത് ഒരുപാട് ചേർക്കരുത്. ഇതുപോലെ 1/2 ടീസ്പൂണൊക്കെ അളവിൽ, എങ്കിൽ ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഈ കറിക്ക് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം പഞ്ചസാര വേഗം മെൽട്ട് ആകുമല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും റോസ്റ്റിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പരിപാടി ഈസി അല്ലേ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.